MT മെറ്റലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ ദിവസമായി 10 ഡേയ്സിനടുത്ത് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വാട്സപ്പിലും കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചിരുന്നു എന്താണ് വീഡിയോ വരാത്തത്, എന്തുകൊണ്ടാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ വന്നോ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടോ. അതിൽ ഒരുപാട് സന്തോഷങ്ങളും കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ തമ്മിലും കാര്യം കണ്ടതായിരിക്കും വന്നിട്ടുണ്ടാകുക. നമ്മളൊരു ഓഫീസ് ഇട്ടിരിക്കണം, അതിൻ്റെ കാര്യങ്ങളും ചെറിയൊരു ഇതുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ഏതായാലും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഓഫീസും കാര്യങ്ങളും കാണിച്ചു തരാം. മെറ്റൽ ഡിറ്റക്ടർ നമുക്ക് ചെക്ക് ചെയ്യാനും കാര്യങ്ങളും പരിശോധിക്കാനൊക്കെ വേണ്ടി ചെറിയൊരു ഓഫീസ്, അതുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയൊരു ഓഫീസ് ഇട്ട്. അതായത് അതിൻ്റെ വിശദീകരണം അതായത് പൂർണ്ണമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകാം. ഈ കാണാൻ കേട്ടോ നമ്മളെ ഓഫീസ് കയറണേ. അതായത് ഏകദേശം 10 ഡേയ്സ് നമ്മളിതിൽ ഫുള്ള് ഇതിൽ തന്നെ ആയിരുന്നു. വർക്കും കാര്യങ്ങളും ഒരുപാട് വർക്ക് ഉണ്ടായും. അപ്പോൾ ഇതാണ് നമ്മളെ ഓഫീസ് പുതിയതായിട്ട്. മെയിനായിട്ട് നമ്മൾ കുറച്ച് മെഷീനറീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫിഷറിൻ്റെ മുമ്പ് പറഞ്ഞ ഗോൾഡ് ബഗ് മോഡൽ ഒന്ന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിറ്റിക്സിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന നമുക്ക് വേണ്ടി വാങ്ങിയ സാധനം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചെന്ന് വെച്ചാൽ ആരെങ്കിലും വരുന്ന സമയത്ത് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ വർക്കും കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രം കേട്ടോ ഇത് കൊണ്ടുവച്ച്. അതുപോലെ തന്നെ ഒരുപാട് GB പിൻ ബോണ്ടർ നമ്മളെ ഈ സാധനം വന്നിട്ടുണ്ട്. ഒരു 4-5 പീസ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് നമ്മളെ GB പിൻ ബോണ്ടർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വർക്കിലും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഇപ്പോഴും ഫുള്ള് വർക്ക് കഴിഞ്ഞില്ല. ഇതിലൊക്കെ സാധനം ചെയ്യാണ്ട് ഇത് നമുക്ക് ഡീപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്താട്ടോ. ഈ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ പാനലിൽ നമ്മൾ മണ്ണായിട്ട് കല്ലായിരുന്നു നിറച്ചിട്ട് ഡീപ്പ് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സിസ്റ്റം ഇവിടെ ചെയ്തത്. പിന്നെ നിലത്ത് നമുക്ക് എന്താ ചെയ്യാനില്ല, കാരണം ഒരു 4ാം തട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലത്ത് ഫുള്ള് ആയതുകൊണ്ട് നിലത്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഫിഷർ, ടെക്നിറ്റിക്സ്, അതുപോലെ നമ്മളെ മറ്റേ സാധനം, അതുപോലെ തന്നെ GB പിൻ ബോണ്ടർ, ഇത്രയും സാധനം ഇപ്പോൾ ഇവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മളെല്ലാ മോഡൽ സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് വരും. എല്ലാ ടൈപ്പിലും ഓരോ പീസ് വെച്ച് എത്തിക്കണം വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ, അതായത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചൊക്കെ നമ്മൾ നോർമലി അറിയാം ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമില്ല. അതായത് ഉപകാരപ്രദമായതാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഓരോ മോഡൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ ഉപയോഗത്തിന് അത് വൃത്തിയായിട്ട് ക്ലിയർ ആകുമോ അല്ലേ, അതുപോലെ ചെയ്യുന്നതിൻ്റെ പീസാണോ അല്ലെങ്കിൽ ഡീപ്പ് കാര്യങ്ങൾ കിട്ടുമോ ഒക്കെ നമുക്ക് പരിശോധിക്കാൻ കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓൺലൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും നടക്കില്ല, ചെക്കിങ് കാര്യമൊന്നും നടക്കില്ല. നമ്മൾ ഡയറക്റ്റ് ഓർഡർ ചെയ്യുക, സാധനം ഇവിടെ എത്തിക്കുക, മൊത്തം ഡേഞ്ചറാണ് എല്ലാവർക്കും അറിയണം. നമ്മൾ GB പിൻ ബോണ്ടർ ഇതാക്കണം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 പീസ് ഉണ്ട് GB പിൻ ബോണ്ടർ. പിന്നെ ഇതിൽ വാറണ്ടി കാര്യങ്ങൾ ഇത് രണ്ടും 5 ഇയർ വാറണ്ടിയാണ് വരുന്നത്. ടെക്നിറ്റിക്സും വരുന്നത് 5 ഇയർ, ഫിഷറിന്റെ സാധനം വരുന്നത് 5 ഇയർ. ഇതിന്റെ വാറണ്ടി എവിടെ കിട്ടുക വെച്ചാൽ നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്ത ഓഫീസിൽ എന്നെയായിട്ട് ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് 5 വർഷത്തിനുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഇത് നന്നായി കിട്ടും. അതായത് നിങ്ങൾ 4 വർഷം ഉപയോഗിച്ചത് മൊത്തമായിട്ട് അടിച്ചു പോയി നിങ്ങൾക്ക് പുതിയ പീസ് കിട്ടും. അതാണ് 5 വർഷം കൊണ്ട്. അതായത് വാറണ്ടി എന്ന് പറയാൻ പറ്റില്ല, ഗ്യാരണ്ടി തന്നെ പറയാം. ഇതൊരു പീസ് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും റിപ്പയർ ചെയ്ത് തരികയല്ല ചെയ്യുക. അതിനാ വാറണ്ടി എന്ന് പറയുക. പക്ഷേ ഇത് ഗ്യാരണ്ടി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പീസ് പോയ കമ്പനി പുതിയ പീസ് നമുക്ക് തരിക. 5 വർഷം നമുക്ക് വാറണ്ടി. ഫിഷറിനെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണെന്ന് ചെയ്തു. അതായത് നമ്മൾ ടെക്നിറ്റിക്സിൻ്റെ കൂടുതൽ റിവ്യൂ ചെയ്തില്ല. അതുപോലെ തന്നെ നമ്മൾ അന്ന് കിട്ടിയ സമയത്ത് വേറെ ആൾക്ക് വേണ്ടി വരുത്തിയ സമയത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആരും കാണാത്തതുണ്ടാകും, ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുക്കുക, അതിൽ പോയി കാണാൻ കഴിയും. അപ്പോൾ അത് കാണേണ്ടി എന്താക്കുക, അതിൽ പോയി കാണാം. അപ്പോൾ തന്നെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. അപ്പോൾ നമ്മൾ കുറച്ച് വർക്കുകൾ ഇവിടെ ചെയ്ത് തീർക്കാണ്ട് ഫുള്ളായില്ല, കണ്ടില്ലേ? പാനലൊക്കെ ഫില്ല് ചെയ്യാണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ വർക്കുകൾ ഇവിടെ ചെയ്ത് തീർക്കാൻ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വരാൻ കാര്യങ്ങളൊക്കെ ഡിലേ ആയത്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോയി ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് വീഡിയോസും കാര്യങ്ങളും വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഒരുപാട് മോഡൽസ് നമ്മൾ എന്തായാലും കൊണ്ടുപോയി കേട്ടോ. ക്യാരറ്റ്, അതുപോലെ ടെക്നിറ്റിക്സ്, എല്ലാ ടൈപ്പ് മോഡലും നമ്മൾ ഓരോ പീസ് വെച്ചിട്ട് എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഏത് മോഡൽ നമുക്ക് അനുയോജ്യമാകാൻ വാങ്ങാൻ പറ്റുക എന്നുള്ളത് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ട് ഡയറക്റ്റ് വരുത്തിച്ച് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളും ഒന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നത് ആ മോഡൽ നമ്മൾ എന്താക്കാണ് ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ എത്തിക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലും ഏത് കൺട്രി ഇന്ന കൺട്രിയിൽ എല്ലാ രാജ്യത്തുള്ള നമുക്ക് വരുത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പരിശോധിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, കുറച്ചുകൂടി ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ നമ്മൾ വാട്സപ്പിൽ വന്ന് ചോദിച്ചു എവിടെ പോയി ബ്രോക്ക് എന്തെങ്കിലും പറ്റിക്കണോ കാര്യങ്ങളോ പറ്റിക്കണോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ. അതായത് നമ്മൾ ക്യാമറ കണ്ടില്ലേ, ക്യാമറ ഇതാക്കണ അവിടെ നിൽക്കുന്നില്ലേ, ഈ ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ എടുക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മിന്നി കളിക്കുക. ഞാൻ ഇൻട്രോ തുടങ്ങിയില്ലായിരുന്നു, പക്ഷേ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത് ഫുള്ള് മിന്നി കളിക്കുന്നത്. ഇത് ഔട്ട്ഡോറിൽ എടുക്കാൻ പറ്റിയ ക്യാമറ ആണ്. അപ്പോൾ ഫോണിലാണല്ലോ എത്രത്തോളം സൗണ്ട് ഇതിൽ ക്യാച്ച് ചെയ്യുന്നുണ്ട് നോർമല്ല. കാരണം ആദ്യം ഒരു സൗണ്ടിന്റെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ട്, അതായത് മെഷീനായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് പരിശോധിച്ച് നോക്കാൻ കഴിയും. അതിനുള്ള സജ്ജീകരണം ചെയ്യാൻ കഴിയും.
ചെയ്യുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് മോഡൽ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആവാത്ത ഒരുപാട് മോഡൽ നമുക്ക് ഇവിടെ എത്തിക്കാൻ ആഗ്രഹമുണ്ട്. അതായത് നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം വിചാരിക്കുന്ന നമ്മൾ വീഡിയോ നിർത്തി ചാനൽ നിർത്തിയോ കാര്യങ്ങളോ നല്ല ഒക്കെ അപ്ഡേറ്റ് ചെയ്താട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും മോഡലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാം. ഫിഷർ ആണെങ്കിലും ടെക്നറ്റിക്സ് ആണെങ്കിലും ഗ്യാരറ്റിന്റെ ഒക്കെ മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട്. ഏത് ബ്രാൻഡാണ് നല്ലതെന്നുള്ള നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് എടുക്കാൻ കഴിയും. നമ്മൾ റിവ്യൂവും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് അതിന്റെ നെഗറ്റീവും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് വന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. കേരളത്തിൽ ഇതുവരെ എവിടെയും കാര്യങ്ങളും ഇല്ല, നമ്മൾ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ മെഷീനറീസും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് കറക്റ്റ് നോക്കി മനസ്സിലാക്കാൻ കഴിയും. ആർക്കെങ്കിലും നമ്പർ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി ബന്ധപ്പെടാൻ കഴിയും. നിങ്ങൾ പറയുന്ന ഏത് മോഡൽ നമ്മൾ ഇവിടെ എത്തിച്ചേരും. അതായത് നമുക്ക് പുതിയൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.